ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു കാക്കയുടെയും സർപ്പത്തിൻ്റെയും കഥ കേൾക്കാം. ഒരിടത്തൊരിടത്തൊരു കാക്ക ഉണ്ടായിരുന്നു. കാക്ക ഇങ്ങനെ ഭാര്യയുമായിട്ട് താമസിക്കാനായിട്ട് ഒരു മരം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അതൊരു ആൽമരം കണ്ടെത്തി. ആൽമരത്തിൽ ചെന്നിരുന്ന് കുറേ നേരം കാക്ക ചുറ്റുപാടും ശ്രദ്ധിച്ചു. ഒരനക്കവുമില്ല. കാക്ക ഓർത്തു, എന്ത് ശാന്തത! ഭാര്യയും വിളിച്ചുകൊണ്ട് വന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങാം. അങ്ങനെ അത് പറന്നുപോയി ഭാര്യയും വിളിച്ചുകൊണ്ട് വന്ന് ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ചുറ്റും ശ്രദ്ധിച്ചു. അപ്പോൾ യാതൊരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് അവരൊരു തീരുമാനത്തിലെത്തി. എത്രയും പെട്ടെന്ന് ഒരു കൂട് കൂട്ടി മുട്ടയിടാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പെൺകാക്ക മുട്ടയിട്ടു. മുട്ടയായി കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾക്ക് ആഹാരമൊക്കെ ശേഖരിച്ചു വെക്കണ്ടേ? രണ്ടുപേരും കൂടെ പറന്ന് അടുത്തുള്ള ഗ്രാമത്തിലെത്തി ആഹാരമൊക്കെ ശേഖരിച്ച് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞ് കൂട്ടിലെത്തിയപ്പോഴാണ് അവർ കാണുന്നത്, മുട്ടയെല്ലാം ഒരു പാമ്പ് വന്ന് തിന്നുകൊണ്ട് പോയി. കാക്കയ്ക്ക് ഭയങ്കര സങ്കടമായി. കാക്ക ആൺകാക്കയോട് ചേർന്നിരുന്ന് രണ്ടുപേരും കൂടെ സങ്കടപ്പെട്ടു. പെൺകാക്ക പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പറന്ന് എവിടെയെങ്കിലും പോകാം. നമ്മുടെ മുട്ടയെല്ലാം ആ പാമ്പ് തിന്നുക. ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആൺകാക്ക പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ പോയി എൻ്റെ സുഹൃത്തൊരു കുറുക്കനുണ്ട്, കുറുക്കനോട് കാര്യങ്ങളൊക്കെ പറയാം. അവൻ എന്തെങ്കിലും ബുദ്ധി കണ്ട് പിടിക്കാതിരിക്കത്തില്ല. അങ്ങനെ ആൺകാക്ക പറന്നുപോയി തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തെത്തി. സുഹൃത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് ഒരു ബുദ്ധി അവന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആൺകാക്ക അടുത്തുള്ള ഒരു രാജ്ഞിയുടെ കൊട്ടാരത്തിലെത്തി. അവരവിടെ ആഭരണങ്ങളെല്ലാം ഊരി പതുക്കെ മേശപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയം ആൺകാക്ക പതുക്കെ അതിനകത്തു നിന്ന് ഒരു മാലയും എടുത്ത് അവിടുന്ന് പറന്നുപോയി. രാജ്ഞി കിടന്ന് ബഹളം ഉണ്ടാക്കി, അയ്യോ എൻ്റെ മാലയും കൊണ്ട് പോയി, കള്ളക്കാക്ക ഓടി വരണേ, ഓടി വരണേ. അപ്പോഴത്തേക്കും അവിടുത്തെ ഭടന്മാരെല്ലാം ഓടിയെത്തി. പക്ഷെ കാക്കയെ പിടിക്കാൻ അവർക്ക് പറ്റുമോ? കാക്ക പോകുന്ന ദിക്കും നോക്കി അവർ കാക്കയുടെ പുറകെ കൂടി. അങ്ങനെ നോക്കിയപ്പം കാക്ക കൊണ്ടുവന്ന് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള പാമ്പിൻ്റെ മാളത്തിൽ കൊണ്ടിടുന്നത് ആര് കണ്ടു? ഭടന്മാർ കണ്ടു. ഭടന്മാർ ഓടിയെത്തി. അവരെന്ത് ചെയ്തു? പാമ്പിനെ തല്ലിക്കൊന്നിട്ട് അവരാ ആഭരണവും കൊണ്ടുപോയി. അങ്ങനെ പാമ്പിൻ്റെ ശല്യം ഒഴിഞ്ഞു. കാക്ക വളരെ സന്തോഷത്തിലായി. കാക്കയും കാക്കയുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി വളരെ സന്തോഷത്തോടു കൂടി വളരെ നാളുകൾ ആ മരത്തിൽ താമസിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു കൂട്ടുകാരെ? ബുദ്ധിയും തന്ത്രവും എല്ലാ കഷ്ടപ്പാടിനെയും മറികടക്കാൻ നമ്മെ സഹായിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ?